भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ദ്യുതരുത്തളിരിൻ്റെ ശീലവും ദ്യുതിയും ചേർന്നൊരു നിൻപദങ്ങളെ ഹൃദയത്തിൽ നിനയ്ക്കുവാൻ സദാ സദയം കൃഷ്ണനനുഗ്രഹിക്കണം. മഷി വീണ വിളക്കിനൊത്തുമൻ കൽമഷമേന്തും മമ ജീവകാന്തിയെ വിരൽ കൊണ്ടു തിരുമ്മി വേഗമീ ഇരുൾ നീക്കി തെളിയിക്കണം. ഹരി പനിനീർമലരൊത്ത ഗണ്ഡവും കനിപോലുന്ന വിലോചനങ്ങളും മുനിചിത്തമുലച്ച ഹാസവും കുനുചില്ലീയുഗവും നിനച്ചിടാം. കുഴലിൽ പുതുപീലി കൊച്ചു കയ്യിൽ കുഴലതൃക്കഴലിൽ ചിലമ്പുകൾ ചൊടിയിൽ ചിരിവെണ്ണിലാവു ചൊല്ലിൽ ചൊടിയൻ കണ്ണ ഇതെന്നു കാണുവൻ. തളയിട്ടു കിലുക്കിയോടി വേർത്തോരളികത്തിൽ കുടിലാളകങ്ങൾ തൂങ്ങി കുളിർ പുഞ്ചിരിയോടു പൂഴിവാരിക്കളിയാടും കടൽ വർണ്ണനെ തൊഴുന്നേൻ. കടൽ വർണ്ണനെ തൊഴുന്നേൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കണ്ണനുണ്ട് ചേല് കാർമുകിലിൻ ചേല് കുഞ്ഞിക്കൈയിൽ കോല് പിച്ച വയ്ക്കും കാല്. കണ്ണനുണ്ട് ചേല് കാർമുകിലിൻ ചേല് കുഞ്ഞിക്കൈയിൽ കോല് പിച്ച വയ്ക്കും കാല്. ആടിടേണം നമ്മൾ പാടിടേണം നമ്മൾ ആടുമൊപ്പം കണ്ണൻ പാടുമൊപ്പം കള്ളൻ. കണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിച്ചിടും കണ്ണീരുമാഞ്ഞിടും സൗഖ്യം നിറഞ്ഞിടും. കണ്ണന്റെ രൂപത്തെ നിത്യം സ്മരിക്കുക ദുഃഖമൊഴിഞ്ഞിടും മോദം നിറഞ്ഞിടും. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നീലവർണ്ണമേനി നീളമുള്ള പീലി കാത്തിടുന്നു കാലി കാറ്റിലാ
രൂപത്തെ നിത്യം സ്മരിക്കൂ. ദുഃഖമൊഴിഞ്ഞിടും മോദം നിറഞ്ഞിടും. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കാത്തിരിപ്പു ഗോപി നെറ്റിയിലും ഗോപി ചാരത്തുണ്ട് രാധ ഭക്തിയുടെ ധാര. ആടിടേണം നമ്മൾ പാടിടേണം നമ്മൾ ആടുമൊപ്പം കണ്ണൻ പാടുമൊപ്പം കള്ളൻ. കണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിച്ചിടും. കണ്ണീരുമാഞ്ഞിടും സൗഖ്യം നിറഞ്ഞിടും. കണ്ണന്റെ രൂപത്തെ നിത്യം സ്മരിക്കുക. ദുഃഖമൊഴിഞ്ഞിടും മോദം നിറഞ്ഞിടും. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കാതിലോ കടുക്കൻ കാതലോ കടുക്കൻ കണ്ണനോ മിടുക്കൻ. കാതിലോ കടുക്കൻ കണ്ണനോ മിടുക്കൻ. കാലികൾക്കിടയൻ കാമിനിക്കുടയോൻ. ആടിടേണം നമ്മൾ പാടിടേണം നമ്മൾ പാടുമൊപ്പം കണ്ണൻ പാടുമൊപ്പം കള്ളൻ. കണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിച്ചിടും. കണ്ണീരുമാഞ്ഞിടും സൗഖ്യം നിറഞ്ഞിടും. കണ്ണന്റെ രൂപത്തെ നിത്യം സ്മരിക്കുക. ദുഃഖമൊഴിഞ്ഞിടും മോദം നിറഞ്ഞിടും. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാവിലൊരു ചന്ദ്രൻ രാവിലെയോ സൂര്യൻ. രാഗലോലൻ കണ്ണൻ രാധികയ്ക്കോ കാന്തൻ. രാവിലൊരു ചന്ദ്രൻ രാവിലെയോ സൂര്യൻ. രാഗലോലൻ കണ്ണൻ രാധികയ്ക്കോ കാന്തൻ. ആടിടേണം നമ്മൾ പാടിടേണം നമ്മൾ ആടുമൊപ്പം കണ്ണൻ പാടുമൊപ്പം കള്ളൻ. കണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിച്ചിടും. കണ്ണീരുമാഞ്ഞിടും സൗഖ്യം നിറഞ്ഞിടും. കണ്ണന്റെ രൂപത്തെ നിത്യം സ്മരിക്കുക. ദുഃഖമൊഴിഞ്ഞിടും മോദം നിറഞ്ഞിടും. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഗോപിയേകി പാല് ഗോക്കളേകി പാല് കണ്ണനേകി പാല് പുഞ്ചിരി പൈമ്പാല്. ഗോപിയേകി പാല് ഗോക്കളേകി പാല് കണ്ണനേകി പാല് പുഞ്ചിരി പൈമ്പാല്. രാവിലൊരു ചന്ദ്രൻ രാവിലെയോ സൂര്യൻ. രാഗലോലൻ കണ്ണൻ രാധികയ്ക്കോ കാന്തൻ. കാതിലോ കടുക്കൻ കണ്ണനോ മിടുക്കൻ. കാലികൾക്കിടയൻ കാമിനിക്കുടയോൻ. കാത്തിരിപ്പു ഗോപി നെറ്റിയിലും ഗോപി ചാരത്തുണ്ട് രാധ ഭക്തിയുടെ ധാര. നീലവർണ്ണമേനി നീളമുള്ള പീലി കാത്തിടുന്നു കാലി കാറ്റിലാടും പീലി. കണ്ണനുണ്ട് ചേല് കാർമുകിലിൻ ചേല് കുഞ്ഞിക്കൈയിൽ കോല് പിച്ച വയ്ക്കും കാല്. പാടിടേണം നമ്മൾ പാടിടേണം നമ്മൾ പാടുമൊപ്പം കണ്ണൻ പാടുമൊപ്പം കള്ളൻ. കണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിച്ചിടും. കണ്ണീരുമാഞ്ഞിടും സൗഖ്യം നിറഞ്ഞിടും. കണ്ണന്റെ രൂപത്തെ നിത്യം സ്മരിക്കൂ. ദുഃഖമൊഴിഞ്ഞിടും മോദം നിറഞ്ഞിടും. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയുടെ ഈ ധന്യദിനത്തിൽ അരൂരിനടുത്ത് ചെറുവള്ളി ശ്രീ അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോട് അനുബന്ധിച്ച് പാടി സമർപ്പിച്ച കീർത്തനമാണ് നിങ്ങൾ കേട്ടത്. ഇന്ന് ഇവിടെ ഈ ക്ഷേത്രത്തിലെ സപ്താഹം സമർപ്പണം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. പൊന്നുഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഗുരുവായൂരിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഹാളിൽ, ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തായി കാണുന്ന ഹാളിൽ നാളെ, അതായത് 23-ാം തീയതി വൈകുന്നേരം 6 മുതൽ 7:30 വരെ പ്രഭാഷണം ചെയ്യാനുള്ളൊരു അനുഗ്രഹം ഭഗവാൻ തന്നിരിക്കുന്നു. ദേവസ്വം നടത്തുന്ന മണ്ഡലമാസ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായിട്ടാണ് നാളെ ഈയുള്ളവന് പ്രഭാഷണം നടത്താനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. രാസലീല, ഭാഗവത സാരലീല എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് പ്രഭാഷണം ഉണ്ടാവുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അവിടെ വരാൻ സാധിക്കുമെങ്കിൽ, ഗുരുവായൂരിലേക്ക് അന്ന് എത്തുന്നുണ്ടെങ്കിൽ വൈകുന്നേരം 6 മണി മുതൽ 7:30 വരെയുള്ള സമയത്ത് ഈ പ്രഭാഷണം കേൾക്കാം എന്നാണ് കരുതുന്നത്. ഭഗവാന്റെ ഇച്ഛ പോലെയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഏകാദശ സ്കന്ധത്തിൽ 26-ാമത്തെ അധ്യായം ഐളഗീത എന്ന രീതിയിൽ ആണ് പറഞ്ഞു വച്ചിട്ടുള്ളത്. അതിൽ 5-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇന്നലെ പറഞ്ഞു, ആ ഗാഥാമഗായത നിർവിണ്ണഹ ഇമാം ഗാഥാം അഗായത, നിർവിണ്ണനായി ഈ പാട്ടുപാടി എന്ന് പറയുകയാണ്. ആ പുരൂരവസിൻ്റെ പാട്ട്, ഐളൻ്റെ പാട്ടാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ചു തുടങ്ങുന്നത്. 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ത്യക്വാത്മാനം വ്രജന്തീം താം നഗ്ന ഉന്മത്തവൻ നൃപ വിലപൻ അന്വഗാജായേ ഘോരേ തിഷ്ഠേതി വിക്ലവ. ആത്മാനം, തന്നെ പുരൂരവസിനെ ത്യക്വ ഉപേക്ഷിച്ചിട്ട്, വ്രജന്തീം പോകുന്ന, താം അവളെ, ആ ഉർവശിയെ, വിക്ലവ വിവശനും, നഗ്നഹ ആ നഗ്നനുമായിരിക്കുന്ന നൃപൻ രാജാവ്, ജായേ ഭാര്യയെ, ഘോരേ പാപേ, തിഷ്ഠ ഇതി നിൽക്കുക എന്ന്, ഉന്മത്തവൽ വിലപൻ ഭ്രാന്തനെ പോലെ പറഞ്ഞും കൊണ്ട്, നിലവിളിച്ചും കൊണ്ട്, കരഞ്ഞുകൊണ്ട്, അന്വഗാൽ അനുഗമിച്ചു എന്നാണ്. രാജാവിൻ്റെ വിരഹത്തിൻ്റെ ആധിക്യം കാണിക്കുകയാണ്. ഉർവശി കുറേ കാലം മിത്രാവരുണന്മാരുടെ ശാപത്തെ തുടർന്നാണ് മനുഷ്യ ലോകത്തിലേക്ക് ഉർവശി വന്നത്. അപ്പോൾ നാരദാദി ഋഷീശ്വരന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള പുരൂരവസിൻ്റെ ആ മഹിമയും കേമത്തങ്ങളും വീര്യവുമൊക്കെ മനസ്സിലാക്കിയിട്ട് ഉർവശി വിചാരിച്ചു എങ്കിൽ പുരൂരവസിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാം എന്നാണ്. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഇന്ദ്രിയപ്രീതി കൊണ്ടുള്ള സുഖത്തിൽ രാജാവിൻ്റെ മനസ്സിനെ ലയിപ്പിച്ചു. അതുകൊണ്ടാണ് അവൾ വേർവിട്ട് പോയപ്പോൾ, ഹേ പ്രിയേ, ഘോരേ, മഹാഭയങ്കരി, എന്നെ വിട്ടിട്ട് പോവരുതേ, നിൽക്കൂ, ഞാൻ നിൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നൊക്കെയുള്ള ചപലമായ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നാലെ ഓടുന്നത് പുരൂരവസ്. നോക്കൂ, ലോകം മുഴുവൻ തൻ്റെ ശക്തി കൊണ്ട് തൻ്റെ കാൽക്കീഴിലാക്കിയ ചക്രവർത്തിയാണ് കേവലം ഒരു സ്ത്രീയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തൻ്റെ അരയിൽ ഒരു വസ്ത്രം പോലുമില്ല എന്നുള്ളത് പോലും മറന്നു. ആ കഥ നമ്മൾ നേരത്തെ കേൾക്കുകയുണ്ടായി. ഉർവശിയുടെ സ്വന്തമായ 2 ആട്ടിൻകുട്ടികളെ ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ഗന്ധർവന്മാർ പിടിച്ചുകൊണ്ടുപോകാൻ പുറപ്പെട്ടപ്പോൾ ആ ആട്ടിൻകുട്ടികളെ രക്ഷിച്ചില്ലെങ്കിൽ ഇവൾ തനിക്ക് നഷ്ടപ്പെടുമെന്ന് കരുതി
കിടക്കയിൽ കിടക്കുകയായിരുന്ന അദ്ദേഹം ആ ദേഹത്ത് നൂൽബന്ധം പോലും ഇല്ല എന്ന് മറന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. താൻ ഒരു ചക്രവർത്തിയാണെന്ന് ഉള്ളത് പോലും മറന്നു. ഒരു ഭ്രാന്തനെ പോലെ ഉന്മത്തവൻ നൃപ, ആ രാജാവ് ഉന്മത്തനായി ഭ്രാന്തനെ പോലെ അവളുടെ പിന്നാലെ ഓടി. കാമാന തൃപ്തോനുജുഷൻ ക്ഷുല്ലകാൻ വർഷയാമിനി നവേദയാന്തിർനായാന്തീരുർവശ്യാകൃഷ്ണചേതന. പറയുന്നു, ക്ഷുല്ലകാൻ കാമാൻ അനുജുഷൻ, നിസ്സാരങ്ങളായിട്ടുള്ള വിഷയസുഖങ്ങളെ സേവിച്ച് സേവിച്ച് അതൃപ്ത തൃപ്തിപ്പെടാത്തവനായി ഉർവശ്യ ആകൃഷ്ടചേതന, ഉർവശിയാൽ ആകർഷിക്കപ്പെട്ട ചേതനയോടുകൂടിയവനായി യാന്തി പോയിക്കൊണ്ടും ആയാന്തിയും വന്നുകൊണ്ടുമിരിക്കുന്ന വർഷയാമിനി വളരെ കാലം കഴിഞ്ഞ രാത്രികളെ നവേദ പുരൂരവസ് അറിഞ്ഞില്ല എന്നാണ്. ക്ലേശ കാരണം എന്താ? തുച്ഛങ്ങളായ വിഷയസുഖങ്ങൾ വീണ്ടും വീണ്ടും ഒന്നിനു മുകളിൽ ഒന്നായി ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ആ വിഷയസുഖങ്ങൾ എത്ര അനുഭവിച്ചാലും മതിയാകാത്തതുപോലെയായി. അത് പറയുന്നുണ്ട്. ഏത് രീതിയിലാണ് പറയണത്? വിഷയസുഖങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് അഗ്നി കെടുത്താൻ അതിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെയാണ്. വീണ്ടും വീണ്ടും ആളിക്കത്തും എന്നാണ്. എത്ര അനുഭവിച്ചാലും തൃപ്തിപ്പെടാതെ വീണ്ടും ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നു. ആ ഉർവശി അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളെ ആകർഷിച്ചു പോയി എന്നാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, പ്രഹ്ലാദനൊക്കെ പറയുന്നുണ്ട്, സത്യത്തിൽ ഏതുപോലെ എന്നാണ് പറയണത്? ഈ നമ്മുടെ ശരീരത്തിന് വരുന്ന ചൊറിച്ചൽ പോലെയൊക്കെയാണ് ഈ വിഷയസുഖങ്ങൾ അനുഭവിച്ചതെന്നാണ്. അത് മാന്തും തോറും വീണ്ടും വീണ്ടും അത് ചെയ്യണം എന്നുള്ള തോന്നുന്നുണ്ടാവും. അപ്പോൾ ആശ വർദ്ധിക്കുകയല്ലാതെ ഒരിക്കലും ശമിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ പരമാർത്ഥത്തെ മനസ്സിലാക്കാതെ ഓർക്കാതെ വിഷയാന്ധനായി, വിഷയത്താൽ കണ്ണു കാണാത്തവനായി എത്രയോ ദിനരാത്രങ്ങൾ അദ്ദേഹം വന്നുപോയത് അറിയാതെ കഴിച്ചുകൂട്ടിയെന്നാണ്. കഷ്ടം. ഉർവശിയൻ്റെ വിചാരശക്തിയെ തീരെ ആകർഷിച്ചതുകൊണ്ട് തൻ്റെ എത്ര കാലം നിഷ്ഫലമായി എന്ന് ക്ലേശത്തോടെ വിലപിച്ചു. ഇപ്പോൾ അവളിൽ അത്യാസക്തി വർദ്ധിച്ചപ്പോൾ രാജാവിൻ്റെ വിചാരശക്തി ക്ഷയിച്ചു. വിഷയത്തിലധികം ആഗ്രഹിക്കുന്നവരുടെ വിവേകശക്തി കുറഞ്ഞു വരും. അപ്പോൾ ഇത് തന്നെയാണ് ആ അറിവുണ്ടാവലാണ് വിവേകം. ഈ ഗുണം ഇല്ലാത്തത് കൊണ്ടാണ് പുരൂരവസ് ഉർവശിയെ പിരിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടിയത്. അപ്പോൾ ഈ ശ്ലോകത്തെ നമ്മൾ ചേർത്ത് വായിക്കണം എന്നാണ്. വിവേകമുണ്ടായപ്പോൾ, അവളുടെ പിന്നാലെ ഓടിയപ്പോൾ, കരഞ്ഞപ്പോൾ, ഭ്രാന്തനെ പോലെ നടന്നപ്പോൾ അദ്ദേഹത്തിൽ വിവേകമുണ്ടായി. അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങി. അയളൻ ആ പുരൂരവസ് പറയുകയാണ്, അഹോമേ മോഹവിസ്താര കാമകശ്മലചേതസ ദേവ്യാ ഗൃഹീതകണ്ഠസ്യ നായുഖണ്ഡ ഇമേ സ്മൃത കാമകശ്മലചേതസ. കാമൻ മന്മഥനാകുന്ന ആ കശ്മലന്, ദുഷ്ടന് കീഴടങ്ങിയ മനസ്സുള്ള മേ എൻ്റെ മോഹവിസ്താര, അജ്ഞാനത്തിൻ്റെ വലിപ്പം, ആ വിസ്താരം, അഹോ ആശ്ചര്യം. ദേവ്യ ഉർവശി എന്ന ദേവിയാൽ ഗൃഹീതകണ്ഠസ്യ പിടിക്കപ്പെട്ട കണ്ഠത്തോടുകൂടിയവനായി ഇമേ ആയുഖണ്ഡ ഈ ആയുസ്സിൻ്റെ അംശങ്ങൾ നസ്മൃത ഞാൻ ഓർത്തതേയില്ല എന്നാണ്. ദുഃഖിച്ചലഞ്ഞു കുറേ കാലം. വീണ്ടും ഉർവശിയോടുകൂടി ചേർന്നു. ആ ഗന്ധർവന്മാരുടെ നിർദ്ദേശപ്രകാരം അരണിമഥനം ചെയ്ത് അഗ്നിയുണ്ടാക്കി യാഗം ചെയ്ത് ഉർവശിയുടെ ലോകത്തിലേക്ക് എത്തി. അവിടെയും വളരെ കാലം അദ്ദേഹം രമിച്ചു. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആ രമിച്ചതിൽ നിന്ന് വിരമിക്കാൻ സാധിച്ചു. അല്ലേ, വിരക്തി ഉണ്ടായി. അപ്പോഴാണ് ക്ലേശിച്ചത്. കഷ്ടം, മന്മഥനാകുന്ന ആ ദുഷ്ടൻ്റെ, ആ കാമദേവൻ്റെ അധീനത്തിൽ എൻ്റെ മനസ്സകപ്പെട്ടു പോയില്ലേ. അതുകൊണ്ട് എൻ്റെ ബുദ്ധിക്ക് ന്യായാന്യായങ്ങൾ വേർതിരിച്ചറിയാനുള്ള ശക്തി നശിച്ചു. ക്ഷുദ്രസുഖത്തിൽ ആസക്തനായിരുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ അംശങ്ങളാണ് ദിനരാത്രങ്ങൾ. അല്ലേ, പകലും രാത്രിയും കഴിയുന്നതോടുകൂടി ആയുസ്സിൽ ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ദിനരാത്രങ്ങൾ നിഷ്ഫലമായി എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എൻ്റെ അറിവില്ലായ്മ എന്നല്ലേ പറയാൻ സാധിക്കുള്ളൂ. നാഹം വേദാഭിനിർമുക്ത സൂര്യോ വാഭ്യുതിതോ മുയാ മുഷിതോ വർഷപൂഗാനാം ബദാഹാനി ഗദാന്യുത. സൂര്യൻ
അഭ്യുദിത ഉദിച്ചുവോ, അഭിനിർമുക്ത അസ്തമിച്ചുവോ എന്ന് അഹം നവേദ ഞാൻ അറിഞ്ഞതേയില്ല. അമുയ ഇവളാൽ, ഈ ഉർവശിയാൽ, മുഷിത അപഹരിക്കപ്പെട്ടവനായി, വർഷപൂഗാനാം അനേകം കൊല്ലങ്ങളുടെ, ഗതാനി അഹാനി കഴിഞ്ഞുപോയ ദിവസങ്ങളെ, നവേദ ഞാൻ ഓർത്തതയില്ല, അറിഞ്ഞതില്ല. കഷ്ടം, ബദ കഷ്ടം. പുരൂരവസിൻ്റെ ഉള്ളിലുണ്ടായ വിചാരമാണ് ഇനിയുള്ള 8 ശ്ലോകങ്ങൾ കൊണ്ട് വിവരിക്കുന്നത്. അതിൽ ആദ്യത്തെ ചില ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുക, ബാക്കിയുള്ളത് നാളെയാണ്. ഉർവശിയുടെ ആലിംഗനത്തിലും അവളുടെ അധരാമൃതത്തിലും മോഹിച്ചുപോയ ഞാൻ സൂര്യാസ്തമയങ്ങളെപ്പോലും അറിഞ്ഞില്ലല്ലോ. സൂര്യൻ ഉദിച്ചു അസ്തമിച്ചോ എന്ന് അറിഞ്ഞില്ലല്ലോ. ഈ വിഷയസമുദ്രത്തിൽ ഞാൻ എത്രയോ കാലം അജ്ഞാനം കൊണ്ട് മുങ്ങിക്കിടന്നു. ഇങ്ങനെ അനേക വർഷം കഴിഞ്ഞുപോയി. കാലചക്രത്തിൻ്റെ വലിയ അവയവം കൊല്ലം, ചെറിയ അവയവങ്ങളാണ് നിമേഷം തുടങ്ങി ദിവസം, പക്ഷം, മാസം, ഋതു, അയനം. അപ്പോൾ അനേക ദിവസം കഴിയുമ്പോൾ അനേക വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ? അങ്ങനെ വിചാരശക്തിയില്ലാതെ, വിവേകമില്ലാതെ, വികാരത്തിനടിമപ്പെട്ട് മോഹാലസ്യത്തിലകപ്പെട്ട് കിടക്കുന്നു. സത്യത്തിൽ ഇങ്ങനെ ഈ വിഷയാസക്തൻ, ഈ മോഹാലസ്യത്തിൽപ്പെട്ട് കിടക്കുന്നവൻ, അവർ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അഹോമേ ആത്മസമ്മോഹോ യേനാത്മായോഷിതാം കൃത ക്രീഡാമൃഗശ്ചക്രവർത്തി നരദേവശിഖാമണി. നരദേവശിഖാമണി, രാജശ്രേഷ്ഠൻ, ചക്രവർത്തി, ആത്മസ്വരൂപനായിരിക്കുന്ന ഞാൻ, യേനാ യോഷിതാം യാതൊന്നിനാൽ സ്ത്രീകളുടെ, ക്രീഡാമൃഗ കളിമാൻ എന്നതുപോലെ, കൃത മാറിപ്പോയി, മേ ആത്മസമ്മോഹ അഹോ എൻ്റെ ആത്മവിസ്മൃതി, ആത്മാവിനെ ഞാൻ മറന്നുപോയി. ആശ്ചര്യം. ഞാൻ രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, നരദേവ ശിഖാമണി എന്നാണ്, ചക്രവർത്തിയാണ്. എന്നിട്ടും ഞാൻ കേവലം ഒരു സ്ത്രീയുടെ കയ്യിലെ കളിമാൻ എന്നതുപോലെയായി മാറി. അവൾക്ക് അധീനനായിരിക്കണു. എന്നെ തന്നെ ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്ക് ആത്മവിസ്മൃതി വന്നത്. അത് ആ മോഹത്തിൻ്റെ വൈഭവം കൊണ്ടാണ്. എൻ്റെ ആത്മജ്ഞാനമില്ലായ്മയെക്കുറിച്ച് എന്താ ഞാൻ പറയേണ്ടത് എന്നാണ്. സപരിച്ഛതമാത്മാനം ഹിത്വാ തൃണമിവേശ്വരം യാന്തിം സ്ത്രീയം ചാന്വഗമം നഗ്ന ഉന്മത്തവദ്രുതൻ. ആ രംഗങ്ങളൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. സപരിച്ഛതം, പരിച്ഛദങ്ങളോട് കൂടിയതും ഈശ്വരം, ശാസിതാവായുമിരിക്കുന്ന ആത്മാനം, എന്നെ തൃണ ഇവ പുല്ലുപോലെ ഹിത്വ ഉപേക്ഷിച്ചിട്ട്, യാന്തിം സ്ത്രീയം ആ പോകുന്ന സ്ത്രീയെ, നഗ്നഹ ഉന്മത്തവൽ നഗ്നനായി ഭ്രാന്തനെ പോലെ, രുദൻ കരഞ്ഞും കൊണ്ട്, അന്വഗമം ഞാൻ പിന്നാലെ ഓടിപ്പോയില്ലേ. പ്രണയകലഹം കൊണ്ട് മുഷിഞ്ഞ ഭാര്യയെ സമാധാനപ്പെടുത്താൻ പോകുന്നത് സാധാരണമാണ് അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. രാഗാന്ധനായിട്ട് തന്നെയാണ് പോയത് എന്നാണ്. പുരൂരവസ് ആലോചിക്കുകയാണ്, ചക്രവർത്തിയായ എന്നെയും എൻ്റെ സാമ്രാജ്യ ഐശ്വര്യങ്ങളെ മുഴുവൻ തൃണവൽഗണിച്ചുകൊണ്ട് പുല്ലുപോലെ തള്ളിക്കളഞ്ഞിട്ടാണ് ഉർവശി പോയത്. ആ സ്ത്രീയുടെ പിന്നാലെ നഗ്നനായി ഭ്രാന്തനെ പോലെ കരഞ്ഞുകൊണ്ട് ഞാൻ ഓടിച്ചെന്നില്ലേ. അഹോ, എൻ്റെ ആ ആത്മവിസ്മൃതി അതല്ലേ ഇവിടെ കാണിക്കണത്. സത്യത്തിൽ ആത്മസമ്മോഹം അതെനിക്ക് സംഭവിച്ചില്ലേ എന്ന് അദ്ദേഹം വിചാരപൂർവം ചിന്തിക്കുന്നു. അത് അദ്ദേഹത്തിൽ വിവേകത്തിന് കാരണമാകുന്നു എന്ന ആ 10ാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്കിന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. നാളെ 11ാമത്തെ ശ്ലോകം മുതൽ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരിയോം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം
പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ
രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.